വിൽസണും അഖിലും ആദ്യമായി കാണുന്നത് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ്. പഠനം കഴിഞ്ഞ ഉടൻ തന്നെ വൻകിട IT കമ്പനികളിൽ നിന്ന് ജോബ് ഓഫർ വന്നെങ്കിലും അതല്ല തങ്ങളുടെ തട്ടകമെന്ന് മൂവരും തിരിച്ചറിഞ്ഞു. പുതുതെന്തെങ്കിലും ചെയ്താൽ മൂന്നുപേരും തലമുകുഞ്ഞാലോചിച്ചു. അഖിലിന്റെ വീടിന്റെ ടെറസിൽ ഒത്തുകൂടി. പിന്നീട് അവിടം ഒരു പരീക്ഷണശാലയായി മാറി. ഏറെ നാളത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം ലോകത്തെ അതിശയിപ്പിച്ച റോബോട്ടിക് ഹാൻഡിന്റെ പ്രോട്ടോടൈപ്പ് പിറവിയെടുത്തു. 2012 സ്റ്റാർട്ടപ്പ് വില്ലേജിൽ എത്തിയതായിരുന്നു വഴിത്തിരിവ്. 2.5 ലക്ഷത്തിന്റെ ലോൺ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി. വിഖ്യാത ജർമ്മൻ കമ്പനി റോബോട്ട് ബോഷ് ഇവരെ തിരഞ്ഞെത്തുകയായിരുന്നു. KFCയിൽ നിന്ന് ലഭിച്ച 18 ലക്ഷത്തിന്റെ വായ്പയുമായി റോബോട്ടിക് ഹാൻഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. സംഗതി ജർമ്മൻകാർക്ക് ഇഷ്ടമായതോടെ ശാസ്ത്ര റോബോട്ടിക്സിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തെ 80-ലധികം കമ്പനികൾ ഇവരുമായി കൈകോർക്കുന്നു. 17 കമ്പനികൾ ഓർഡർ നൽകി കാത്തിരിക്കുന്നു. സിലിക്കൺ വാലിയിൽ തിരഞ്ഞെടുത്ത 50 സ്റ്റാർട്ടപ്പുകളിൽ ഒന്നാണ് ശാസ്ത്ര റോബോട്ടിക്സ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കുഴിച്ചിട്ട മൈനുകൾ കണ്ടുപിടിക്കാൻ യന്ത്രമനുഷ്യനെ നിർമ്മിക്കാനാകുമോ എന്ന വെല്ലുവിളി ഏറ്റെടുത്ത ശാസ്ത്ര റോബോട്ടിക്സ് സ്വീഡനിലെ ഇന്റർനാഷണൽ റോബോട്ടിക് ചലഞ്ചിൽ താരമായി. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ലോകത്തിന്റെ മാതൃകയാകാൻ ഇവരെ സഹായിച്ചത് മറ്റൊന്നുമല്ല, പുതിയ ചിന്തയും കഠിനാധ്വാനവും മാത്രം. മനുഷ്യകരങ്ങൾക്ക് അസാധ്യമായത് റോബോട്ടിക് കരങ്ങളിലൂടെ സാധ്യമാക്കി ലോകത്തെ വിസ്മയിപ്പിക്കുകയും കേരളത്തെ ലോകത്തോളം ഉയർത്തുകയും ചെയ്ത ഈ ചെറുപ്പക്കാരെ ശാസ്ത്ര റോബോട്ടിക്സിനെ ഞങ്ങൾ അഭിമാനപൂർവ്വം ആദരിക്കുന്നു. നമുക്ക് നിറഞ്ഞ കൈയടിയോടെ തന്നെ ശാസ്ത്ര റോബോട്ടിക്സിന്റെ അമരക്കാരായ ആരോണിനെയും അഖിലിനെയും അച്ചു വിൽസണിനെയും ഈ വർഷത്തെ IT വിഭാഗം പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം സമ്മാനിക്കുന്നത് ശ്രീ മമ്മൂട്ടി. കീർത്തിപത്രം സമ്മാനിക്കുന്നത് MLA ശ്രീ M. മുകേഷ്. ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് മലയാളം കമ്മ്യൂണിക്കേഷൻസ് MD ശ്രീ ജോൺ ബ്രിട്ടാസ്. മറുപടി പ്രസംഗത്തിനായി ശാസ്ത്ര റോബോട്ടിക്സിനു വേണ്ടി 3 പേരെയും പ്രതിനിധീകരിച്ച് ആരോണിനെ ക്ഷണിക്കുന്നു. ഹലോ, വേദിയിൽ അകത്തും പുറത്തും ഇരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും, നമ്മളെല്ലാം പ്രിയങ്കരനായ മമ്മൂക്ക, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നിവിടെ ഇങ്ങനെ ഒരു വേദിയിൽ വളരെ വലിയൊരു നമ്മുടെ മഹാനടൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിയിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഞങ്ങളുടെ അച്ഛനമ്മമാരോടാണ്. മറ്റൊന്നും കൊണ്ടല്ല,
നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഒരു ആവറേജ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഏതൊരു ചെറുപ്പക്കാരനും അവരുടെ അച്ഛനമ്മമാർ ചിന്തിക്കുന്നത് വളരെ നല്ലൊരു ജോലി കിട്ടി അവർ സ്വന്തം കാലിൽ നിന്നോളും. കിട്ടിയ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു റോബോട്ടിക്സ് കമ്പനി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങളുടെ പിടിവാശികളുടെ കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ആ മാതാപിതാക്കൾ ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പറക്കാനായിട്ട് അനുവദിച്ചത്. അവര് അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിന്ന് സംസാരിക്കില്ല. രണ്ട്, എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള എല്ലാ സംരംഭകരുടെയും ഇനിഷ്യൽ സ്റ്റേജിൽ കൂട്ടുകാർ നിൽക്കുന്നത് ഈ കാണുന്ന ഒരു ഗവൺമെൻറ് സപ്പോർട്ടോ അല്ലെങ്കിൽ ബാക്കി ഒരു ഇൻക്യുബേറ്ററോ ഒന്നും അല്ല. നമ്മളുടെ കൂടെ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ കോളേജിൽ ഒന്നിച്ചു കൂടുന്ന സുഹൃത്തുക്കളാണ്. വിഷ്വസിൽ കാണിച്ച പോലെ ഞങ്ങളൊരു വീടിൻ്റെ മുകളിൽ തുടങ്ങിയ സ്ഥാപനം ആദ്യം അത് കണ്ട് മനസ്സിലാക്കി, എടാ നിങ്ങളിങ്ങ് വാ, എൻ്റെ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്, അവിടെ കുറച്ച് നല്ല സ്പേസ് ഉണ്ട്, അവിടെ നിന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടുകാരനായ അരുണാണ്. അപ്പോൾ തുടക്കം നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ സുഹൃത്ത് വന്നിട്ട് മച്ചാ നിങ്ങൾ ഇറങ്ങിക്കോ ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അതാണ് എല്ലാവരുടെയും ഒരു ചങ്കൂറ്റം. പിന്നെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, മമ്മൂക്ക തുടർച്ചയായിട്ട് ഫോണുകൾ മാറ്റുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ഭംഗിയുള്ള കാണുന്ന എല്ലാം മനുഷ്യരുണ്ടാക്കിയിരിക്കുന്ന അവരുടെ കൈവച്ചിട്ടാണ്. നമ്മളുടെ ബ്രെയിൻ, കണ്ണ്, ഇത് രണ്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ടെക്നിക്കൽ സൈഡിൽ ഇത് പറയുകയാണെങ്കിൽ ഒരു റോബോട്ടിക് ആം ഉണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഒരു വിഷൻ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. ഇതുകൊണ്ട് നമുക്കിത് റിപ്ലിക്കേറ്റ് ചെയ്യാം. ഈ ഒരു ആശയം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളോട് ആദ്യം റോബോട്ട് ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയാണ് പറഞ്ഞത്. അവർക്കും മമ്മൂക്കുണ്ടായ ഇതേ അനുഭവം ഉണ്ടായിരുന്നു. ഓഡി, BMW അതുപോലുള്ള വലിയ കാറുകളിലെ കാർ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ടച്ച് സ്ക്രീനാണ്. നമ്മുടെ ഫോണിനടക്കം എല്ലാത്തിലും ടച്ച് സ്ക്രീൻ ഉണ്ട്. ഈ ടച്ച് സ്ക്രീൻ കുത്തി നോക്കുമ്പോഴത്തേക്കും മുകേഷ് ഇവിടെ പറഞ്ഞ പോലെ ഈ പുല്ല് വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഇതെങ്ങനെ ശരിയാകും? ഇത് ശരിയാക്കണമെങ്കിൽ ഒരാൾ 3-4 ദിവസം അടുപ്പിച്ച് ആ സ്ക്രീനിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കണം. ഒരു മനുഷ്യനത് സാധിക്കില്ല. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊന്ന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക് കൈ ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന്. അതായിരുന്നു ഞങ്ങളുടെ തുടക്കം. പിന്നീട് ഇങ്ങോട്ട് വന്ന SIDC, KLC, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഇവരെല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഒരു 6 മാസം മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. എൻ്റെ അമ്മ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ 3 പേരും വരുന്നത്. 3 പേരുടെ അമ്മ ടീച്ചേഴ്സാണ്. എൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് LP സ്കൂൾ HM ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. സോ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് എത്രത്തോളം കാലതാമസം വരും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞങ്ങൾ 6 മാസം മുന്നേ ഇന്ത്യയുമായിട്ടൊരു പാർട്ണർഷിപ്പ് കിട്ടി. ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയാണ്. സെയിം ടൈം ഈ റോബോട്ട് ബോഷ് തന്നെ ഒരു നല്ല ഓർഡറും തന്നു. കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 3,65,000 രൂപയാണ്. ഞാൻ നമ്മുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കുര്യൻ സാറിനോട് കാര്യം പറഞ്ഞു, സാർ എനിക്ക് 2 ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, രണ്ടും തട്ടിക്കളയാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു സഹായം വേണം, ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾക്ക് ഈ ഓർഡർ പ്രോസസ്സ് ചെയ്യണം. സാർ ആദ്യം തന്നെ ചെയ്തത്, സാറിന് അപ്പോൾ നമ്മളെ KSIDC മാറ്റിയിട്ട് കുറച്ച് നേരമായിരുന്നു, ഒരു വീക്ക്. സാർ എന്നെ KSIDCയിലെ ബീന മാഡത്തിനെ കണക്ട് ചെയ്തു. മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഫയല് കംപ്ലീറ്റ് ചെയ്ത് 25 lakhs സീഡ് ഫണ്ട് അനുവദിച്ചതിൽ 5 ലക്ഷം രൂപ ഞങ്ങൾക്കൊരു ബ്രിഡ്ജ് ലോണായിട്ട് സാങ്ഷൻ ചെയ്ത് ഞങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചു തന്നു. ആ ട്രിപ്പാണ് ഞങ്ങൾക്ക് ഇവിടെ സെല് ചെയ്യുന്ന ഈ ഒരു റോബോട്ടിക് പ്രൊഡക്റ്റിന് ഈ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്രയേറെ ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലാക്കി തന്നത്. സോ ഇതേപോലുള്ള പുരസ്കാരങ്ങളും ഒരു സപ്പോർട്ടും ഞങ്ങളെ പോലെയുള്ള ഓരോ സംരംഭകനും ഇനി മുന്നോട്ടുള്ള പ്രണയത്തിൽ വളരെയധികം മോട്ടിവേഷനും സപ്പോർട്ടും എല്ലാം തരും. ഒരുപാട് നന്ദിയുണ്ട്. ഇതിനകത്തേക്ക് ഞങ്ങളെ സെലക്ട് ചെയ്ത കരീഡിക്കും ഞങ്ങളെ സെലക്ട് ചെയ്ത എല്ലാ ജൂറി മെമ്പേഴ്സിനും ശാസ്ത്ര റോബോട്ടിക്സിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരുപാട് നന്ദി. ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മമ്മൂക്ക ഞങ്ങൾ ഉറപ്പുവരാണ്, ഇനി ഫ്യൂച്ചറിൽ എന്തായാലും മമ്മൂക്കയ്ക്ക് ഈ ഒരു പേരിൽ ഫോൺ മാറ്റേണ്ടി വരില്ല.